ബാക്ക് ടു ആൻലിൻസ് ക്ലാസ്സസ്. നമ്മൾ ഇന്ന് നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ഉണ്ട് അല്ലേ. ഈ പീരിയോഡിക് ടേബിളിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ആർക്കാ പറയാൻ പറ്റുക? യെസ്, പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. ആ 118 എലമെൻറ്റ്സിനെ നമ്മൾ മൂന്നെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? മെറ്റൽസ്, നോൺ മെറ്റൽസ്, അതുപോലെ തന്നെ മെറ്റലോയിഡ്സ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വീഡിയോ കാണിക്കാം. അതിൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് മെറ്റൽസും മെറ്റലോയിഡ്സും ഒക്കെ ഒരു പീരിയോഡിക് ടേബിളിൽ കിടക്കുന്നത്. ആ യെല്ലോ കളറിൽ കാണുന്ന എലമെൻസിനെയാണ് നമ്മൾ മെറ്റലോയിഡുകൾ എന്ന് പറയുന്നത്. അതുപോലെ പീരിയോഡിക് ടേബിളിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന എല്ലാ എലമെൻസും മെറ്റൽസ് ആണ്. ഗ്രീൻ കളറിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നതെല്ലാം നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്ലാസിഫിക്കേഷനില്ലേ, നമ്മൾ എലമെൻസിനെ മൂന്നെണ്ണമായി ക്ലാസിഫൈ ചെയ്തു. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യം പറയുന്നത്. എന്താണ്? പീരിയോഡിക് ടേബിളിലെ എലമെൻസിനെ എത്ര എണ്ണമായി ക്ലാസിഫൈ ചെയ്തു? മൂന്നെണ്ണമായിട്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, മെറ്റലോയിഡ്സ്. ആ സെയിം കാര്യം പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഒക്കെ എക്സാമ്പിൾസ് നമുക്ക് ആ ടേബിളിൽ എഴുതി വെക്കാം. ഓക്കെ, മെറ്റൽസിൻ്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞേ. ഈ ഒരു ടേബിൾ നോക്കിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാം അല്ലേ മെറ്റൽസൊക്കെ. യെസ്, ഞാൻ കുറച്ച് പറഞ്ഞുതരാം. അയോൺ, ഇതെല്ലാം മെറ്റലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അയോൺ, കോപ്പർ, അലുമിനിയം. എവിടെയാണ് അതിലെ കോപ്പർ ഒന്ന് കണ്ടുപിടിച്ചേ? കോപ്പർ എവിടെയാണ്? യെസ്, ഇവിടെ കിടക്കുന്നുണ്ട് കോപ്പർ. അപ്പം നിങ്ങൾ പഠിക്കുമ്പം ഒരു കാര്യം കൂടെ പഠിക്കുക. ഇപ്പം അയോണിനെ നമ്മൾ കെമിസ്ട്രിയിൽ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? Fe. അപ്പോൾ അതറിയാത്തവർ ഇപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? കൂട്ടത്തിൽ എഴുതി വെച്ച് പഠിക്കണം. ഓക്കെ, അയോൺ Fe, കോപ്പർ Cu, അലുമിനിയം. ഇതിലൊന്ന് അലുമിനിയം ഒന്ന് വേഗം കണ്ടുപിടിച്ചേ. യെസ്, ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ അലുമിനിയം അല്ലേ. അപ്പോൾ അലുമിനിയം Al. അതേപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, ഇതെല്ലാം തന്നെ മെറ്റൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ദേ ആ എക്സാമ്പിൾസ് കുറച്ചെണ്ണം ദേ ഈ ഒരു ബോക്സിൽ എഴുതി വെക്കൂലേ. ഓക്കെ, ഇനി അടുത്തത് നോൺ മെറ്റൽസ്. നോൺ മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന പറഞ്ഞ നോൺ മെറ്റൽസ് ഈ ഒരു ഭാഗത്താണ് നോൺ മെറ്റൽസ് ഉണ്ടാവുക അല്ലേ. എക്സാമ്പിൾ ദേ ഈ നൈട്രജനും അതേപോലെ തന്നെ ഓക്സിജൻ, ക്ലോറിൻ, ഇതെല്ലാം തന്നെ എന്താണ് നോൺ മെറ്റൽസ് ആണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾസ് നമുക്ക് ഈ ടേബിളിൽ എഴുതി വെക്കണം. ഇനി മെറ്റലോയിഡ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ ദേ ഇവിടെ കിടക്കുന്നുണ്ട് ബോറോൺ, അതേപോലെ തന്നെ സിലിക്കൺ, ആർസെനിക്, അങ്ങനത്തെ കുറച്ചൊക്കെ എന്താണ് മെറ്റലോയിഡ്സ് ആണ്. മെറ്റലോയിഡ്സിന് എക്സാമ്പിൾസ് ആയിട്ട് ബോറോണും സിലിക്കണും ആർസെനിക്, ആൻറ്റിമണി എന്ത് വേണം നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് എഴുതി വെക്കാനേ പറഞ്ഞിട്ടുള്ളൂ, വേറെ വിഷമമുള്ള കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത പേജിൽ എന്താണ് പറയുന്നത്? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് ക്ലോറിൻ ആർ സം ഇമ്പോർട്ടൻറ്റ് നോൺ മെറ്റൽസ് അല്ലേ. നോൺ മെറ്റൽസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ. യെസ്, ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ കുറച്ച് നോൺ മെറ്റൽസ് ഇല്ലേ, ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, അതിൻ്റെ എല്ലാം നമ്മൾ അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കും. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് എങ്ങനെ ലാബിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാം, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഹൈഡ്രജനെ പറ്റി പഠിക്കാൻ പോവാണ്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് എ നോൺ മെറ്റൽ. ആ ഒരു ഹൈഡ്രജനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. തുടങ്ങാം നമുക്ക്. ഹൈഡ്രജനെ പറ്റി പറയുവാണെങ്കിൽ ഈ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും എബണ്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ കുറേ പ്രസൻറ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് ആര്? ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഈസ് ദി മോസ്റ്റ് എബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദി യൂണിവേഴ്സ്. അത് എപ്പോൾ ചോദിച്ചാലും മറക്കരുത്, ഹൈഡ്രജനാണ് നമുക്ക് കുറേ കാണാനായിട്ട് പറ്റുക. ഇനി സൂര്യനൊക്കെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. യെസ്, ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജൻ ഒരുപാട്
സൂര്യനിലുള്ളത് കൊണ്ടാണ് ഈ നിന്ന് കത്തുക എന്ന് പറയില്ല നമ്മൾ, യെസ്, അത് ബേൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളെ സൂര്യനിലും അതുപോലെ തന്നെ വേറെ കുറേ സ്റ്റാർസിലൊക്കെ കാണപ്പെടുന്ന മേജർ കോമ്പണൻ്റ് ആണ് നമ്മുടെ ഹൈഡ്രജൻ. ക്ലിയർ? അപ്പോൾ 2 പോയിന്റ് ഏതാ പറഞ്ഞത്? ഹൈഡ്രജൻ ആണ് മോസ്റ്റ് എബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലെ കാര്യമാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. ഇനി സണ്ണിലും വേറെ സ്റ്റാർസിലും കാണപ്പെടുന്ന പ്രധാനമായിട്ടുള്ള കോമ്പണൻറ്റും എന്തുതന്നെയാണ്? ഈ പറഞ്ഞ ഹൈഡ്രജൻ ആണ്. ക്ലിയർ? ഇനി ഹൈഡ്രജന് നമുക്കിങ്ങനെ ഫ്രീ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഹൈഡ്രജനെ നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജൻ എപ്പോഴും H2 ആയിട്ടോ അങ്ങനെ വേറെ സ്റ്റേറ്റ്സിലൊക്കെയാണ് നമുക്ക് ഹൈഡ്രജനെ കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്ന ഹൈഡ്രജൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏത് നേരം H2 എന്നൊക്കെയാണ് ഹൈഡ്രജനെ റെപ്രസെൻറ്റ് ചെയ്യുക. H എന്ന് നമ്മൾ അധികം റിയാക്ഷൻസിലൊന്നും എഴുതാറുമില്ല, കാണാറുമില്ല. അപ്പോൾ ഫ്രീ സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഹൈഡ്രജനെ പറ്റി പഠിക്കുന്ന 3 പോയിൻറ്റ്സ്. ഏതൊക്കെയാണ്? മോസ്റ്റ് എബണ്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് എവിടെ? നമ്മുടെ യൂണിവേഴ്സിൽ. അതേപോലെ തന്നെ സണ്ണിലും വേറെ സ്റ്റാർസിലും കാണപ്പെടുന്ന മേജർ കോമ്പണൻ്റ് ആണ്. ഇനി 3ാമത്തെ പോയിന്റ് എന്താണ്? ഫ്രീ സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വളരെ സ്മോൾ ക്വാണ്ടിറ്റി ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പഠിക്കാം. പറഞ്ഞേ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ എന്താണ്? നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് ആണല്ലോ പീരിയോഡിക് ടേബിളിലെ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ എന്താണ്? മാസ് നമ്പറും 1 ആണ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്നറിയോ നമ്മുടെ ഹൈഡ്രജനിൽ? 1 ഇലക്ട്രോൺസ് ആണുള്ളത്. എത്ര പ്രോട്ടോൺസ് ഉണ്ട്? അതും 1 പ്രോട്ടോൺ ആണുള്ളത്. ഹൈഡ്രജന് ന്യൂട്രോൺ ഉണ്ടോ? ഇല്ല കേട്ടോ. ഹൈഡ്രജൻ ഹാസ് 0 ന്യൂട്രോൺസ്. ഇനി ഹൈഡ്രജൻ വെള്ളത്തിൽ സോലുബിൾ ആണോ? അല്ല. ശരിക്കും ഹൈഡ്രജൻ വെള്ളത്തിൽ സോലുബിൾ അല്ല. അത് വളരെ ലെസ് സോലുബിൾ, അല്ലെങ്കിൽ നമ്മൾ സ്പാരിംഗ്ലി സോലുബിൾ എന്നാണ് പറയുക. എന്താണ് പറയുക? സ്പാരിംഗ്ലി സോലുബിൾ. ഇനി ഐസോടോപ്പുകൾ ഉണ്ടോ ഹൈഡ്രജന്? എന്താണ് ഐസോടോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? എന്താണ്? സെയിം അറ്റോമിക് നമ്പറാണ്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പർ തന്നെയാണ്. ഹൈഡ്രജൻ തന്നെ, ഇതെല്ലാം ഹൈഡ്രജനാണ്. ഈ ഹൈഡ്രജന് തന്നെ പല മാസ് നമ്പറുള്ള എന്നാൽ ഒരേപോലെ ഇരിക്കുന്ന ഒരേ അറ്റോമിക് നമ്പറുള്ള വേറെ തരങ്ങളുണ്ട്. അതിനാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഹൈഡ്രജന് 3 ഐസോടോപ്പാണുള്ളത്. ഏതൊക്കെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം, അതാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്സ്. ഇനി നമ്മൾ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, യെസ്. നമ്മൾ ആദ്യം ഹൈഡ്രജനെ ആരാണ് കണ്ടുപിടിച്ചത് എന്ന് നമുക്ക് പഠിക്കാം. 1766 1766 ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹെൻറി കാവൻഡിഷ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് നമ്മുടെ ഹൈഡ്രജനെ ആദ്യമായി കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആൾ എന്ത് പറഞ്ഞു? അതൊരു ഇൻഫ്ലേമബിൾ എയർ ആണ് എന്നാണ് ആദ്യം ഈ പറഞ്ഞ ഹെൻറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഹൈഡ്രജനെ വിളിച്ചത്. എന്തുകൊണ്ടാണ് ഹൈഡ്രജനെ ഹൈലി ഇൻഫ്ലേമബിൾ എന്നൊക്കെ പറഞ്ഞത്? പെട്ടെന്നത് കത്തും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഹൈഡ്രജന് ഉള്ളത്. ഇനി ഈ ഹൈഡ്രജൻ എന്ന് പേര് വരാനുള്ള കാരണം ഒരു ഗ്രീക്ക് പദമായിട്ടുള്ള ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന വേർഡ്, ആ ഒരു വേർഡിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വെള്ളം ഉണ്ടാക്കുന്ന, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നർത്ഥമാണ് ഈ ഹൈഡ്രോജീൻസിനുള്ളത്. അപ്പോൾ ആ ഒരു വേർഡ്, ആ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ക്ലിയർ അല്ലേ? ആരാണ് ഹൈഡ്രജൻ ഡിസ്കവർ ചെയ്തത്? ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ് ഇൻ 1766. അത് ആ ഒരു ഹൈഡ്രജനെ ആൾ ഇൻഫ്ലേമബിൾ എയർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗ്രീക്ക് വേർഡായിട്ടുള്ള ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം?
എന്തോ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തോ ഒരു സംഭവം എന്നാണ് ഹൈഡ്രോജീൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു വീഡിയോ കാണിച്ചു തരാം ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ നമുക്ക് 2 സംഭവങ്ങൾ വേണം. എന്തൊക്കെ വേണം? സിങ്ക് എന്ന് പറഞ്ഞൊരു മെറ്റലാണ് അല്ലേ. സിങ്കിൻ്റെ ചില തരികൾ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് കേട്ടിട്ടില്ലേ? യെസ്, ആ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും നമുക്ക് വേണം. പിന്നെ ഒരു ടെസ്റ്റ് ട്യൂബും വേണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അല്ലെങ്കിൽ 5 ml ഓഫ് എന്ത് ആഡ് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു. ഈ എക്സ്പെരിമെൻറ്റിൽ ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബൊന്നും ആവില്ല, വേറെ ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ടെസ്റ്റ് ട്യൂബ് എന്നാണ് പറയുന്നത്. എനിവേ, നമ്മളൊരു പാത്രത്തിലോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു, അതിൽ സിങ്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? വീഡിയോയിൽ എന്താ കാണുന്നത്? എന്തൊക്കെയോ ബബിൾസ് ഫോം ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എന്താ അവിടെ ഒബ്സർവ് ചെയ്തത്? എന്തോ ഒരു ബബിൾ ഫോമേഷൻ. ആ ബബിൾസ് ആണ് നമ്മുടെ ഹൈഡ്രജൻ. അപ്പോൾ സിങ്ക് HCl-മായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? എന്ത് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? എങ്ങനെയാണ് നമ്മൾ കൺഫേം ചെയ്തത്? യെസ്, നമുക്കത് ബബിൾസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇൻസേർട്ട് എ ബേണിംഗ് സ്പ്ലിൻറ്റ് ടു ദ മൗത്ത് ഓഫ് എ ടെസ്റ്റ് ട്യൂബ്. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ആ ഒരു തുറന്ന ഭാഗമില്ലേ, അതാണ് മൗത്ത് ഓഫ് ദി ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത്. ആ മൗത്തിൻ്റെ അവിടെ ഒരു തീപ്പെട്ടി കത്തിച്ച് ഒന്ന് പിടിച്ചു നോക്കിക്കുക, എന്താ സംഭവിക്കുക എന്നറിയോ നിങ്ങൾക്ക്? ഒരു പോപ്പ് എന്ന് പറഞ്ഞ ശബ്ദം ഉണ്ടായിട്ട് അത് പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ആ സൗണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഹൈഡ്രജൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ വാട്ട് ഡു യു ഒബ്സർവ് എന്ന് വെച്ചൊരു പോപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലായ ആൾക്ക് സിമ്പിളായിട്ട് ആ ഒരു റിയാക്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എഴുതുക? എന്തൊക്കെയാണ് റിയാക്ട് ചെയ്യിപ്പിച്ചത്? നമ്മൾ ആദ്യം നമ്മൾ സിങ്ക് എടുത്തു അല്ലേ. സിങ്കിന് നമ്മൾ ZN. ഓക്കെ, സിങ്ക് എടുത്തു. ഏതിലോട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്? യെസ്, HCl-ലോട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇതുവരെ മനസ്സിലായോ? അപ്പോൾ എന്ത് നമുക്ക് കിട്ടി? നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് H2 എന്തായാലും കിട്ടിയിട്ടുണ്ട് അല്ലേ. H2 മാത്രമാണോ? അല്ല, H2 H എന്ന് മാത്രമായിരിക്കുമോ? ഹൈഡ്രജൻ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഹൈഡ്രജൻ H2 ആയിട്ടാണ് നിൽക്കുക, H2 ഗ്യാസ്. അപ്പം ഇവിടെ 2 വരണമെങ്കിൽ ഇവിടെ 2 വേണ്ടേ? വേണം. അതാണല്ലോ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഏതാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ 2 വേണം. ഇതുവരെ ക്ലിയർ ആയോ? ഇനി എന്തൊക്കെ ബാക്കിയുണ്ട്? H2 മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയുണ്ട്? സിങ്ക് കിടക്കുന്നുണ്ട്, ക്ലോറിൻ കിടക്കുന്നുണ്ട്. എത്ര ക്ലോറിൻ കിടക്കുന്നുണ്ട്? 2 ക്ലോറിൻ. ഈ 2 എന്ന് പറയുന്നത് H-നുള്ളതാണ്, Cl-നുള്ളതാണ്. അപ്പോൾ 2 Cl-ഉം കിടക്കുന്നുണ്ട്, സിങ്കും കിടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് അടുത്ത പ്രൊഡക്റ്റ് എന്താണ്? ZnCl2. ക്ലിയർ ആയോ? ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തൊരു വീഡിയോ വീണ്ടും ബാക്ക് അടിച്ച് കാണുക. എത്ര വട്ടം വേണം നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ് റെക്കോർഡഡ് വീഡിയോയുടെ ഗുണം. സോ നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ടോപ്പിക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി ഹൈഡ്രജൻ ഉണ്ടാക്കാനായിട്ട് വേറൊരു വഴിയും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ലാബിൽ ഉണ്ടാക്കണ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് ഇൻഡസ്ട്രിയലി ഒരുപാട് ഹൈഡ്രജൻ കിട്ടണം. ആ ഒരു മാർഗമാണ് ഇലക്ട്രോലൈസിസ്. നമ്മൾ വാട്ടറിനെ എടുത്തിട്ട് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യും. ഞാൻ അവിടെ ഒരു കുഞ്ഞ് വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എങ്ങനെയാണ് ഇലക്ട്രോലൈസിസ് ചെയ്യുന്നത് എന്നൊക്കെ. ഇനി ഈ ക്ലാസ് കഴിഞ്ഞിട്ടോ എങ്ങാനും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ എന്ന് അടിച്ചാലും നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ പഠിക്കാനില്ല, അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. എന്താണ്? വാട്ടറിൻ്റെ ഇലക്ട്രോലൈസിസ്. അതുവഴിയും നമുക്ക് ഹൈഡ്രജനെ ഇൻഡസ്ട്രിയലി ഉണ്ടാക്കാം. എങ്ങനെയാണ്? ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ. ക്ലിയർ ആണല്ലോ?
ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളെല്ലാം പഠിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജനെ മൊത്തത്തിൽ പഠിക്കാൻ പോവുകയാണ്. ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസ് ആദ്യം പഠിക്കുക. എന്താണ് പ്രോപ്പർട്ടീസ്? ഹൈഡ്രജന് കളറുണ്ടോ? എന്താണ് കളറ് ഹൈഡ്രജൻ്റെ? കളറൊന്നും ഇല്ല, കളർ ലെസ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജന് വല്ല മണമുണ്ടോ? ഇല്ല കേട്ടോ, ഹൈഡ്രജൻ ഓർഡർലെസ് ആണ്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്, അതുപോലെ തന്നെ ഓർഡർലെസ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ ആദ്യം തന്നെ പഠിച്ചൊരു കാര്യമാണ് അടുത്തത് പറയുന്നത്. വെള്ളത്തിൽ ഡിസോൾവ് ആവുമോ ഹൈഡ്രജൻ? ഇല്ല അല്ലേ. അത് സ്പാരിംഗ്ലി സോല്യൂബിൾ ആണ് അഥവാ ഇൻസോല്യൂബിൾ ആണ്. ഡിസോൾവ് ആവില്ല, സോല്യൂബിൾ ആവില്ല എന്ന് പറയാം വെള്ളത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോപ്പർട്ടി പഠിച്ചു കേട്ടോ. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഹൈഡ്രജൻ വെള്ളത്തിൽ സോല്യൂബിൾ ആവില്ല, ഇൻസോല്യൂബിൾ ആണ്. ഇനി ഡെൻസിറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഹൈഡ്രജന് എയറിനേക്കാളും, സാധാരണ എയറിനേക്കാളും ഡെൻസിറ്റി കുറവായിട്ടുള്ള ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ. അപ്പം അതുകൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിലൊന്നും അധികം ആൾ നിൽക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെൻസിറ്റി നല്ല കുറവാണ് ഹൈഡ്രജന്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അറിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഹൈഡ്രജൻ ഡൈ ആറ്റം മോളിക്യൂൾ ആയിട്ടാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ലേ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമല്ല. ഹൈഡ്രജൻ H2 ഡൈ, കണ്ട ഡൈ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 എന്നർത്ഥം. ഓക്കെ, ഹൈഡ്രജൻ H2 ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, അടുത്തത് ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. നമ്മൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ കണ്ടില്ലേ? യെസ്, ആ ഒരു ഹൈഡ്രജൻ അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അറ്റത്ത് നമ്മൾ തീപ്പെട്ടി വെച്ചപ്പോൾ എന്തുണ്ടായേ? പോപ്പ് സൗണ്ട് വെച്ചിട്ടാണ് ഹൈഡ്രജൻ കത്തിയത്. അപ്പോൾ ഹൈഡ്രജൻ കത്തുമ്പോൾ എന്ത് സൗണ്ട് ഉണ്ടാവും? പോപ്പ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ ഹൈഡ്രജൻ്റെ 5 സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചു ഇല്ലേ? ഇനി പഠിക്കേണ്ട ആവശ്യമേ ഇല്ലല്ലോ ഇനി. യെസ്, ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? വേഗം പറഞ്ഞേ. ഹൈഡ്രജൻ കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ് എന്ന് വെച്ച് സോല്യൂബിൾ ആവില്ല. ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് എയർ, എയറിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. ഇനി ഹൈഡ്രജൻ എക്സിസ്റ്റ് ആസ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. പിന്നെ ഹൈഡ്രജൻ ഗ്യാസ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കുറച്ച് റിയാക്ഷൻസ്, ഹൈഡ്രജൻ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ് പഠിക്കാം നമുക്ക്. ഓക്കെ, ആദ്യം തന്നെ പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് ബേൺ ചെയ്യുമ്പം എന്തുണ്ടാവുക? വാട്ടർ ഉണ്ടാവും. വാട്ടറിൻ്റെ കെമിക്കൽ ഫോമുല നമുക്കറിയാം, H2O അല്ലേ? യെസ്, അത് ബാലൻസ് ചെയ്തേക്കാണ് ഇവിടെ കേട്ടോ. 2H2 പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കണം. ഈ റിയാക്ഷൻസ് 2 നിങ്ങൾ കാണാപ്പാടാക്കണം. ആദ്യത്തെ ഹൈഡ്രജൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പം എന്ത് ഫോം ചെയ്യും? വെള്ളമുണ്ടാവും. അപ്പോൾ ഈ റിയാക്ഷൻ കാണാപ്പാടം പഠിക്കുക. 2H2 + O2 gives 2H2O. കുറച്ച് ഹീറ്റും അവിടെ ജനറേറ്റ് ആവുന്നുണ്ട്. എന്താണ്? 2H2 + O2 gives വെള്ളം, 2H2O + ഹീറ്റ്. ഇനി ഹൈഡ്രജൻ ക്ലോറിനുമായി കമ്പൈൻ ചെയ്യുമ്പോഴോ? ഹൈഡ്രജൻ ക്ലോറിൻ ഗ്യാസുമായി സൂര്യപ്രകാശത്തിൻ്റെ പ്രസൻസിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl ഉണ്ടാവുന്നത്. HCl എന്താ ഉണ്ടാവുന്നത്? HCl. എങ്ങനെ? ഹൈഡ്രജനും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് HCl ഉണ്ടാവുന്നു. ഒരാളും കൂടി ഉണ്ട്, സൂര്യപ്രകാശവും വേണം കേട്ടോ. അപ്പോൾ H2 + Cl2 gives in the presence of sunlight gives 2HCl. ക്ലിയർ ആണല്ലോ? യെസ്, ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നെ പഠിക്കണം. അതിൽ ഒരു 2ഓ 3ഓ ഒന്നും ഇടാനായിട്ട് മറക്കരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആകെ 2 റിയാക്ഷൻസ് പഠിക്കാനുള്ളൂ. അപ്പം നിങ്ങളത് പഠിക്കുന്നു വിചാരിക്കുന്നു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടുവോ? യെസ്, നമ്മളോട് ചോദിച്ചേക്കാണ് ഇപ്പം നമ്മൾ കണ്ട 2 റിയാക്ഷനും എന്ത് ടൈപ്പ് റിയാക്ഷനാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇക്കൊല്ലാണോ കഴിഞ്ഞ കൊല്ലാണോ ഞാൻ ഓർക്കുന്നില്ല. എന്ത് ടൈപ്പ് റിയാക്ഷൻസ് അല്ലേ? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, അങ്ങനെ കുറേ റിയാക്ഷൻസ് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? യെസ്, അതിൽ നിങ്ങൾ മുമ്പിൽ കണ്ട
ഈ രണ്ട് റിയാക്ഷൻസ് എന്ത് ടൈപ്പ് റിയാക്ഷൻ ആണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് പറഞ്ഞേ, എന്തായിരിക്കും? 2H2 plus O2 gives 2H2O. അതുപോലെ തന്നെ H2 plus Cl2 gives 2HCl. രണ്ട് റിയാക്റ്റൻറ്റുകൾ തമ്മിൽ റിയാക്ട് ചെയ്ത് ഒരൊറ്റ പ്രൊഡക്റ്റായി മാറുന്ന റിയാക്ഷനുകളെ നമ്മൾ എന്ത് പറയുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നു. യെസ്, ഇത് രണ്ടും എന്തിന് എക്സാമ്പിൾസ് ആണ്? കോമ്പിനേഷൻ റിയാക്ഷൻസിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയോ? കണ്ട, ഈ രണ്ടും കൂടെ ജോയിൻ ആയി കമ്പൈൻ ചെയ്ത് ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് HCl ഉണ്ടായി. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഹൈഡ്രജനെ കൊണ്ട് നമുക്ക് ഉപയോഗം. ഹൈഡ്രജൻ്റെ യൂസസ് ആണ് നമ്മൾ അടുത്തത് പഠിക്കുക. അതിലെ ഒന്നാമത്തെ യൂസ് നമുക്ക് പഠിക്കാം. അമോണിയനെ ഉണ്ടാക്കാനും മെത്തനോളിന് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ആര് വേണം? ഹൈഡ്രജൻ വേണം. ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ, മെത്തനോൾ, ഇതൊക്കെ എന്ത് വേണം? ഹൈഡ്രജൻ വേണം. ഹൈഡ്രജൻ ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഫ്യൂവലായിട്ട് ഒരു എന്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം? പെട്രോൾ, ഡീസലൊക്കെ ഇല്ലേ? അതേപോലെ തന്നെ ഒരു ഫ്യൂവലായിട്ട് നമുക്ക് ഹൈഡ്രജനെ ഉപയോഗിക്കാം. ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് സാച്ചുറേറ്റഡ് ഓയിൽസ് ലൈക്ക് വനസ്പതി എന്ന് പറഞ്ഞാൽ ഈ ഡാൽഡയൊക്കെ പോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് എന്ത് വേണം? ഹൈഡ്രജനെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ടു എക്സ്ട്രാക്ട് മെറ്റൽസ് ഫ്രം ദി മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റൽസ് മെറ്റൽ ഓക്സൈഡ്സ് ആയി മാറാൻ ഭയങ്കര എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ കോപ്പർ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ CuO, അതിലെ ഓക്സിജൻ, അതിൽ O ഇല്ലേ, CuO, ആ ഓനെ കളയാൻ വേണ്ടി നമ്മൾ ആരെ ഇറക്കും? നമ്മൾ ഹൈഡ്രജനെ ഇറക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ പോയി ഈ ഓയുമായി റിയാക്ട് ചെയ്ത് വാട്ടറായി മാറും. പിന്നെ ബാക്കിയുള്ളത് ആരാ? കോപ്പർ അല്ലേ? യെസ്, കോപ്പർ ഓക്സൈഡിലെ ആ ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് മാറ്റാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ അവിടെ റെഡ്യൂസിങ് ഏജൻറ്റുകളായിട്ട് ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് ഉപയോഗമുണ്ട്. നമുക്ക് ആ മെറ്റൽ മാത്രമാക്കി എടുക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, ഈ കോപ്പർ ഓക്സൈഡായിട്ട് മാറാം. അതൊരു എക്സാമ്പിളാണ് കേട്ടോ. ആ ഓക്സൈഡ് എന്ന് പറയുന്നതിനെ കോപ്പറാക്കി മാറ്റാൻ, വെറും കോപ്പറാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ആ കോപ്പർ ഓക്സൈഡിലെ ഓക്സിജൻ എടുത്ത് കളയണം അല്ലേ? അതിനെ വെറുതെ എടുത്ത് കളയാൻ പറ്റുമോ? ആ കളയാൻ വേണ്ടി നമ്മൾ ഹൈഡ്രജൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹൈഡ്രജനും ഈ പറഞ്ഞ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് വാട്ടറായി മാറിക്കോളും. നമുക്ക് ആവശ്യമായിട്ടുള്ള കോപ്പറിനെ വെറുതെ വിടും. ക്ലിയർ ആണോ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റുകളായിട്ട് നമ്മൾ ഹൈഡ്രജനെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരുപാട് യൂസ് ആയില്ലേ ഹൈഡ്രജന്? അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. അടുത്തതാണ് ഹൈഡ്രജനെ നമ്മൾ ഫ്യൂവലായി ഉപയോഗിക്കും എന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ട് ഫ്യൂവലായി ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ അടുത്തത് പഠിക്കുന്നത്. ഹൈഡ്രജനെ ഫ്യൂവലായി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാവേ. അപ്പോൾ ഇതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് അടിപൊളിയായി കണ്ടു. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾ എന്ത് ചെയ്യണത്? നല്ല അടിപൊളിയായി പഠിക്കുക. ഏതുവരെ? ഹൈഡ്രജൻ്റെ യൂസസ് വരെ നല്ല അടിപൊളിയായി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ക്ലിയർ ആണോ? ഉറപ്പല്ലേ? യെസ്. അപ്പം ഒരുപാട് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ, ഹൈഡ്രജൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ എന്ന് പറയുന്ന ഭാഗം തൊട്ട് പഠിക്കും. അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നു. എനിവേ നമുക്കത് സിമ്പിളായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗമെല്ലാം പഠിച്ചിട്ട് വേണം വരാൻ. ക്ലിയർ ആണോ? അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. ബൈ, താങ്ക് യു.